സാധാരണക്കാരുടെ നട്ടെല്ലിന് ഏറ്റൊരു പുതിയ പ്രഹരമായിട്ടാണ് ഇപ്പം LPG സിലിണ്ടറുകളുടെ വില വർധന വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ പോകുന്ന ഒരു ഒരു കാര്യമാണ് ഈ LPG സിലിണ്ടറുകൾക്ക് വില കൂടിയിരിക്കുന്നത്. അതായത് ഏകദേശം 1000-ഓളം അടുത്ത രൂപയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സിലിണ്ടറിന് കൂടിയിരിക്കുന്നത്. അതായത് 1000 രൂപയ്ക്ക് 7 രൂപ മാത്രമാണ് കുറവുള്ളൂ ഈ സിലിണ്ടറിന് കൂടിയിരിക്കുന്നത്. ഇപ്പൊ തന്നെയാണെങ്കിൽ നോക്കുമ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം 3-4 തവണയാണ്, എൻ്റെ അറിവിൽ 3 തവണയെങ്കിലും ഇത്തരത്തിൽ വില കൂടിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ മാത്രം 1444 രൂപയാണ് സിലിണ്ടറുകൾക്ക്, ഈ രീതിയിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂടിയിട്ടുള്ളത്. സാധാരണക്കാരന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവനവന്റെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും സിലിണ്ടറുകൾക്ക് ഭയങ്കരമായിട്ട് വില കൂടിയിരിക്കുന്നു. 5 കിലോയിൽ താഴെയുള്ള സിലിണ്ടറുകൾക്കാണെങ്കിൽ പോലും 261 രൂപ കൂടിയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലാണെങ്കിലും ഹോട്ടൽ ജീവനക്കാരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായിരിക്കും ഇതിനൊരു ആഫ്റ്റർ ഇഫക്റ്റ്, എന്തായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്? ഇത് വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ രാജ്യത്തെ നയിക്കുന്ന ഒരു വിഷയമാണ്. കാരണം പാചകവാതക സിലിണ്ടറിന് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് 993 രൂപയാണ് കൂടിയിരിക്കുന്നത്. സാധാരണഗതിയിലൊക്കെ ഹോട്ടൽ ഉടമകൾ തന്നെ പറയുന്നുണ്ട് 100 രൂപയൊക്കെ ആണെങ്കിൽ കൂടുന്ന സാഹചര്യമെങ്കിൽ ഇത് ഒറ്റയടിക്ക് ഇത്രയൊരു തുക വരുന്നത് 1444 രൂപ ഒറ്റയടിക്ക് കൂടിയിരിക്കുക. അപ്പൊ ഏകദേശം അവർക്ക് 3000 രൂപയുടെ അടുത്ത് ഇതിനു വേണ്ടിയിട്ട് ചിലവാകുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഹോട്ടൽ വ്യാപാരികളെ സംബന്ധിച്ച് ഇത് വളരെ ഒരു അടിയാണ് അവര്. കാരണം ഈ ഒരു സിലിണ്ടറിന് 3000 രൂപയാകുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പൊ LPGയുടെ നിയന്ത്രണം വന്ന സമയത്താണെങ്കിൽ കുറെ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുകയും അവർക്ക് അതിൽ ഒത്തിരി നിയന്ത്രണം വന്ന സമയത്ത് ഒത്തിരി ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നിന്ന് അവരൊന്ന് കരകയറി തുടങ്ങുന്ന സമയത്ത് ചിലതൊക്കെ ഈ നിയന്ത്രണം മാറി ഒന്ന് തുറന്നു തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വർധനവ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വർധനവിൽ വരുമ്പോഴത്തേക്ക് അവരെങ്ങനെ ഇതിനെ മറികടക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഒരു മറുപടി എന്നോണമാണ് ഈ മെയ് 6-ാം തീയതി കേരളത്തിന്റെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനത്തിൽ അവര് സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തില് ഒരു സമരം വരുമ്പോഴത്തേക്കും അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിഭവങ്ങളുടെ വിലവർധനമാണ്. ഭക്ഷ്യവിഭവങ്ങൾക്ക് ചില ഭക്ഷ്യവിഭവങ്ങൾ നമുക്കറിയാം, അതിന് മോസ്റ്റായിട്ട് എപ്പോഴും ഇന്ധനം ആവശ്യം, അതായത് ഇത്തരത്തിലുള്ള പാചകവാതകം ആവശ്യമുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് മെനുവിൽ തന്നെ അതില്ലാതെ വരുമ്പോൾ മെനുവിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അഥവാ ഉള്ള ഭക്ഷണങ്ങൾക്ക് തന്നെ ഒരുപാട് വില വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, ഈ വളരെ നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, പിന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾ, അതുപോലെ നൈറ്റി പാർക്കുകളിൽ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം റെഡിയാക്കിയാലും പിന്നീടുള്ളത് ഈ ഹോട്ടലുകളെയൊക്കെ ആശ്രയിച്ചായിരിക്കും അവർ പോകുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിലവർധനവ് വരുമ്പോഴത്തേക്കും അത് നേരിടാനുള്ള പ്രാപ്തി നമ്മളെ കൊണ്ട് ഉണ്ടാവണമെന്നില്ല. കാരണം അത്തരത്തിൽ ഭക്ഷ്യവിഭവങ്ങൾക്ക് തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അധികം കഴിക്കുന്ന ഒരു സാധനമാണ് ചായ എന്ന് പറയുന്നത്. മലയാളികളുടെ നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു ചായ ഒരാൾ ഒരു ദിവസം കുടിക്കും. ഈ ചായക്ക് പോലും 25 രൂപയ്ക്ക് അടുത്ത് വിലവർധന എന്ന് പറയുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ 12-15 രൂപയൊക്കെ തന്നെ ഒരു ചായയുടെ പുറത്ത് ഈടാക്കുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പാലിന് വില കൂട്ടിയിരിക്കുന്നു. അങ്ങനെ ഭക്ഷ്യ വസ്തുക്കൾക്ക് വില കൂട്ടുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരെ വളരെയധികം, അത് പൊതുസമൂഹത്തിലുള്ളവരെ വളരെയധികം ആശങ്കയിലാട്ടുന്നുണ്ട്. ഇപ്പം ഇവർ തന്നെ ഇതിന്റെ അസോസിയേഷൻ, റെസ്റ്റോറന്റിന്റെ അസോസിയേഷൻ തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു വിലവർധനവ് കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. ഹോട്ടൽ ഉടമകൾ തയ്യാറാകുന്നില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു തുക അവർക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും അവർക്ക് ജീവിച്ചേ മതിയാവും. ഇപ്പൊ തന്നെ കോഴിക്കോടൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്തകളിൽ കണ്ടതാണ്. ഈ ആസാമുകളിലേക്ക് ഒക്കെ അവിടെ ഇലക്ഷൻ നടന്ന സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടേക്ക് പോയി, അത് കഴിഞ്ഞ് ബംഗാളിലേക്ക് പോയി. അപ്പൊ ഇവര് ഈ തൊഴിലാളികൾ മടങ്ങി പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലാളി ക്ഷാമവും രൂക്ഷമാവുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ ഇവിടെ മിക്ക ഹോട്ടലുകളിലും ചെറുകിട വ്യാപാര വ്യവസായങ്ങളിൽ പോലും കൂടുതലവരുണ്ട്. അപ്പൊ
അപ്പൊ അവര് മടങ്ങി പോകുമ്പോൾ ഇത്തരത്തില് അതും ഒരു തൊഴിലാളികളുടെ പ്രതിസന്ധി രൂക്ഷമാവുന്നുണ്ട്. എന്നാൽ ഈ തരത്തില് ഇന്ധന വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ മടങ്ങി വരുമ്പോഴത്തേക്കും ഈ ഹോട്ടലുകളിലേക്ക് ഇവരെ തിരിച്ച് ജോലിക്ക് നിർത്താനുള്ള സാഹചര്യം ഉടമകൾക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അത് ഇപ്പൊ തന്നെ കേരളത്തിലാണെങ്കിലും ഹോട്ടലുകളെ എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് ഒരു എത്ര എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിൽ അപേക്ഷിച്ച് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇത്തരത്തിലുള്ള വില വർധന വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ ഉടമകളെല്ലാം തന്നെ അത് അടച്ചു പൂട്ടിയിട്ട് ഈ ഒരു മേഖല തന്നെ നിലച്ചു പോകുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് എത്തുന്നത്. അതിനെതിരെയാണ് അവർ ശക്തമായി പ്രതികരിക്കുന്നത്. ഈ 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഏകദേശം 993 രൂപയാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ ഈ 993 അവർ പറയുന്നുണ്ട് ഇടക്കാലയളവിലൊക്കെ 100 രൂപ വെച്ച് കൂടുമെങ്കിലും ഈ 1000 രൂപ ഒറ്റയടിക്ക് കൂടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഗാർഹിക ഇന്ധനത്തിന് വില കൂടിയിട്ടില്ല. എന്നാൽ LPGക്ക് വരുന്ന ഈ നിയന്ത്രണം നമുക്കറിയാം, പുതിയ പുതിയ നിയമങ്ങൾ വരുന്നതുകൊണ്ട് അത് ലഭിക്കാനും വളരെയധികം പ്രയാസമാകുന്നുണ്ട്. അപ്പം ഈ ഒരു മേഖലയെ ഈ മേഖലയുടെ ഒരു അത് ഇനി ഉണ്ടാവരുത് എന്നൊരു കണക്കൂട്ടലിനാണ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സമയത്ത് ഇത്തരത്തിൽ വില വർധന. രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഇപ്പൊ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്ന പക്ഷം തന്നെ വില കൂട്ടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പെട്രോൾ ഇതുവരെ വില കൂട്ടിയിട്ടില്ല, വൈകാതെ തന്നെ പെട്രോളിന് വില വർധന ഉണ്ടാവും. പറഞ്ഞതുപോലെ പ്രഹരം എന്നതുപോലെയാണ് ജനങ്ങളിലേക്ക് ഈ ഒരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടാവുന്നത്. ശരിയാണ്. ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം ഇവിടെ വളരെ എന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുപോകുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ജീവിച്ചു പോകുന്നൊരിടമാണ്. ആളുകളുടെ വരുമാനത്തിലൊരു വർധന ഉണ്ടാവുന്നില്ല, ചെലവ് മാത്രം അങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര പ്രയാസകരമായി പോകും ഇത്തരത്തിലുള്ള ഒരു വില വർധന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് സാധാരണക്കാരന്റെ കഴുത്തിന് പിടിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിനെതിരെ കൂടെയാണ് ഈ മെയ് 6-ാം തീയതി നടത്തുന്ന ഈ മാർച്ച് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കടകമ്പോളങ്ങൾ അടച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർച്ചിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിലൊരു മാറ്റം വരണം. അതായത് ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിട്ട് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടണം. അവർക്ക് ആ വരുമാനത്തിലൂടെ മുന്നോട്ട് ജീവിച്ചു പോകണം. അവരെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിത മാർഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു നിയമം എന്തുകൊണ്ട്, ഇത്തരത്തിലുള്ളൊരു നടപടി എന്തുകൊണ്ട് വളരെ പ്രയോജനകരമാണ്. അതായത് വില കുറയ്ക്കാനുള്ള നടപടി എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അവരുടെ ഒരു പ്രതിഷേധം അത് ബലം ആകാനുള്ള സാഹചര്യം ഇപ്പൊ നമ്മൾ കാണുന്നില്ല. കാരണം പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് ഇറാനുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിലും ആ സമയത്തുണ്ടായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പരാജയം മറച്ചു വെച്ചുകൊണ്ട് ഈ ബാധ്യതകൾ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളൊരു വിമർശനമാണ് ഇതിനെപ്പറ്റി ഉയർന്നു കേൾക്കുന്നത്. ഒരുപാട് ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കേൾക്കാം, മറ്റു രാജ്യങ്ങളിൽ വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ അതിന്റെ അപ്പുറം അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഒന്നും അല്ല നമ്മൾ പലപ്പോഴും ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വില കയറ്റം എന്ന് പറയുന്നത് ഈ പാചകവാതക മേഖലയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പതിയെ ബാധിക്കുന്നതിൽ ഒരു സംശയമില്ല. വരും നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതം കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള ഒരു സാഹചര്യം മാത്രമായിരിക്കും ഇത് ഉണ്ടാക്കുക. ഇതിന്റെ ഒപ്പം തന്നെ ഇലക്ഷന് ശേഷം ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില കൂടുമെന്ന വാർത്തകളും ഉണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് മേലുള്ള ഒരു അടി തന്നെയാണ് ഇത്തരത്തിലുള്ള വിലക്കയറ്റങ്ങൾ സംഭവിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നോക്കുക അല്ലാതെ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഏകദേശം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 1444 രൂപയുടെ അടുത്താണ് ഈ 3-4 തവണയായിട്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും സാധനങ്ങളുടെ വില റോക്കറ്റ് രീതിയിൽ കടന്നു പോവുകയാണ്. എന്താകും ജനങ്ങളുടെ അവസ്ഥ എന്നും ഇത് എത്തരത്തിലാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ ഒക്കെ വാണിജ്യ മേഖലകളെ ബാധിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനല്ല നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്താകും ഈ സമരത്തിന്റെയും ഒക്കെ റിസൾട്ട് നമുക്ക് അറിയാം.